ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ജെറമിയയുടെ പുസ്തകം 29 അധ്യായം 11 വാക്യം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനായുള്ള പദ്ധതിയാണിത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. സർവശക്തനും സർവാധിപനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിയുന്ന നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, നിനക്ക് ഞങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ഞങ്ങളുടെ ക്ഷേമത്തിനായുള്ള പദ്ധതി. ഈശോയെ, എപ്പോഴും നിന്നോട് ആലോചന ചോദിച്ച് നിന്റെ മനസ്സറിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള കൃപ തരണമേ. ഞങ്ങളുടെ ഇഷ്ടങ്ങളെക്കാളും അധികമായിട്ട് നിന്റെ ഇഷ്ടം ചോദിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.